ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് ടച്ചുള്ള ഒരു ചില്ലി ചിക്കൻ ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ചില്ലി ചിക്കൻ ഗ്രേവി നമുക്ക് പൊറാട്ടയുടെ കൂടെ ആയാലും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറ്, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇപ്പം ഞാനിത് സെർവ് ചെയ്യണത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് കേട്ടോ, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ ആദ്യം 1 കിലോ ചിക്കനാണ് കഴുകിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബോൺലെസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഞാൻ ബോൺലെസ് ഒന്നല്ല എടുത്തിട്ടുള്ളത്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു അത്യാവശ്യം വലിയൊരു മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. 1 കിലോഗ്രാം ചിക്കനിലേക്ക് ഒരു മുട്ട എന്ന രീതിയിൽ. പിന്നെ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ഓയിൽ കൂടെ ചേർക്കാം. അപ്പോൾ ഓയിലിന് പകരം നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. വെളിച്ചെണ്ണ അല്ലാത്ത ഓയിലൊക്കെ യൂസ് ചെയ്യാം, ഒലീവ് ഓയിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഓയിൽ നന്നായിട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുക മാത്രമല്ല ഉൾഭാഗം പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു സൈഡൊക്കെ ഇങ്ങനെ ബ്രൗൺ കളർ ആകുമ്പോൾ ഒരു ക്രിസ്പിനെസ് ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് റെഡി ആവുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യൂബ് സൈസിലായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കൈവച്ചിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിതാ ഇതുപോലൊരു ഗ്രീൻ ക്യാപ്സിക്കം ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിയ ക്യാപ്സിക്കം ഒക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ളൊരു ക്യാപ്സിക്കം ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതുപോലെ അങ്ങ് ക്യൂബ് സൈസിൽ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റെഡ്, യെല്ലോ കളറിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് മെയിനായിട്ട് ഒരു സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും എടുക്കട്ടെ. ഞാൻ കുറേ അന്വേഷിച്ചു, എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പ്രിംഗ് ഓണിയൻ ചേർക്കാഞ്ഞത്. അപ്പോൾ അതും ഇതുപോലെ അങ്ങ് ക്യൂബായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. നല്ല എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു പച്ചമുളക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ചിക്കന് ഒരു പാർട്ട് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്ത് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഫ്രൈ ചെയ്യൽ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ബാച്ച് കഴിഞ്ഞു, ഇനി അടുത്ത ബാച്ച് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നോർമൽ ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിൽ വേറെ എക്സ്ട്രാ കളറൊന്നും ചേർക്കുന്നില്ല, കുട്ടികളൊക്കെ കഴിക്കാനുള്ളതല്ല, അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കളർ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാന് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരു ഹാഫ് കുക്ക് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഒന്ന് വഴന്ന് വന്ന ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള സോസ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്കതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ കിടന്നിട്ട് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ആ ഒരു കോൺഫ്ലോറൊക്കെ ഒന്ന് കുക്കായിട്ട് വരുന്ന വരെ ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് വേവിച്ചെടുക്കണം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് വരും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് നോക്കിയതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല, അതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി എടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഇതിലേക്ക് ചേർക്കാനുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ വെളുത്ത എള്ള് ഓപ്ഷണലാണ്, അതുകൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ചില റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതുപോലെ ഒരു വെളുത്ത എള്ളുള്ള ചില്ലി ചിക്കൻ്റെ ഒരു ഗ്രേവി നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് വേഗം അങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു റെസ്റ്റോറൻറ്റ് ടച്ചുള്ള ഒരു റെസിപ്പിയാണ് ഇതെന്ന്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ അടുത്തൊരു ദിവസം നമുക്ക് കാണാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം എനേബിൾ കൂടെ ചെയ്യുക കേട്ടോ. എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വിടുന്ന സമയത്ത് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്